നമസ്കാരം പ്രേക്ഷകരെ, ഞങ്ങൾ ഒരു നാടക നടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അതിജീവിതത്തിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഷജീല സുബൈദ. പ്രേക്ഷകരുടെ മനം കവർന്ന പ്രിയങ്കരിയായ ഷജീല സുബൈദയെ വിനയപുരസ്സരം ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തും. ഹലോ, നമസ്കാരം. ഞാനൊരല്പ തിരക്കാണ്. ഇവിടെ എനിക്ക് 2 ഗസ്റ്റുകളുണ്ട്. ഓ വൈകിട്ട് വിളിക്കാം. ശരി ശരി. ഇല്ല മറക്കത്തില്ല. വൈകിട്ട് വിളിക്കാം. ഓക്കെ. നമുക്ക് ഈ അഭിമുഖം ഷജീലയുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിന് കാരണം, നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ രക്ഷകർത്താവിൻ്റെ പേരിലാണ്, അത് രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ എന്നെ തന്നെ രാജ്മോഹൻ ദേവദാസ് എൻ്റെ അച്ഛൻ്റെ പേരിലാണ്. അപ്പം അതുപോലെ ഓരോരുത്തരെ നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ മെച്ചൂരിറ്റിയിലേക്ക് ചെന്ന് ഒരു വിവാഹമൊക്കെ കഴിക്കുമ്പോൾ സ്ത്രീകളാണെങ്കിൽ അവരെ ഭർത്താക്കന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണം സുനിത രാജ്മോഹൻ, സുമാംഗി മനോജ്, സുജാത രാജപ്പൻ, അതുപോലെ സജീന ഷാജഹാൻ, റസിയ നൗഷാദ്, ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. അവിടെ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഷജീലയുടെ പേര് ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുവരുന്നത് ഷജീല സുബൈദയാണ്. ഇതിന്റെ രഹസ്യം എന്താണ്? അതിലൊരു രഹസ്യ സ്വഭാവമൊന്നുമില്ല, ഒരു രഹസ്യം അടങ്ങിയിരിക്കുന്നതുമില്ല. എൻ്റെ ഉമ്മ, എൻ്റെ 10 വയസ്സ് തികയുന്നതിന് മുമ്പ് ഉമ്മ മരിച്ചതാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ എഴുതുന്ന സമയത്താണ് സർട്ടിഫിക്കറ്റ് ഷജീല സുബൈദ എന്ന് ആക്കുന്നത്. എൻ്റെ പേര് ഷജീല എന്ന് തന്നെയായിരുന്നു. ഉമ്മയുടെ പേരൂടെ ആഡ് ചെയ്തത്. അത് എൻ്റെ ഉമ്മ ഇപ്പോഴും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന ഒരു വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. കാരണം എൻ്റെ 10 വയസ്സ് തികയുന്നതിന് മുമ്പെയാണ് ഉമ്മ മരിച്ചുപോയത്. എൻ്റെ ഓർമ്മയിലൊക്കെ, ഓർമ്മ വെച്ച കാലം മുതലെയാണ് ഉമ്മ വയ്യാതെ കിടക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഉമ്മ മരിച്ചിട്ടില്ല എന്നൊരു വിശ്വാസം ഇപ്പോഴും എന്നിലുണ്ട്. ഈ ഒരു പ്രായത്തിലും എന്നിൽ ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. പിന്നെ എൻ്റെ പേരെന്ന് പറയുമ്പോൾ ഷജീല എന്നായിരുന്നു. ഞാനത് ഇതിലേക്ക് ഷജീല സുബൈദ ആക്കുമ്പോഴും ഓരോ വ്യക്തികളുമായിട്ട് പരിചയപ്പെടുമ്പോഴും 2 പേരുണ്ടല്ലോ, ഷജീല സുബൈദ. അപ്പോൾ ഷജീല എന്നാണോ സുബൈദ എന്നാണോ ഞങ്ങൾ വിളിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്നത് സുബൈദ എന്ന് വിളിക്കുന്ന കേൾക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ ഉമ്മയുടെ ആ ഒരു പേര്, എൻ്റെ ഉമ്മ ഈ പ്രപഞ്ചത്തിലുണ്ട്, ആ ഒരു വിശ്വാസം എനിക്ക് അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ അലയടിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേര് കൂടെ ചേർത്ത് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ പേരിലൂടെ, അല്ലെങ്കിൽ എൻ്റെ പേരിലൂടെ എന്നല്ല, ഷജീല സുബൈദയെ ഇങ്ങനെ സുബൈദ എന്ന് കേൾക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ നാടകങ്ങളിൽ പോലും നമുക്ക് സ്വതന്ത്രമായി പേരിടാൻ പറ്റുന്ന ഒരു ഉണ്ട്. ഈ സുബൈദ ഇന്ത്യ സ്റ്റോറി, പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥയിലും സുബൈദ എന്നുള്ളൊരു പേരിലാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തതിലും സുബൈദ എന്നാണ്. അതെ, അത് എൻ്റെ ഉമ്മയുടെ പേരിലാണ് സുബൈദ ക്രിയേഷൻ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ അത് ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്തതിനകത്തും സുബൈദ എന്നാണ് പേര്. ഉമ്മയോടുള്ള അതിയായ ആദരവും സ്നേഹവും. അതെ, ഞാന് അഭിനയ രംഗത്ത് വരുന്നത് കുടുംബശ്രീയിലൂടെയാണ്. കുട്ടിക്കാലത്ത് പിന്നെ മദ്രസയിലും സ്കൂളിലും എല്ലാം പാട്ട്, മാപ്പിളപ്പാട്ട്, അങ്ങനത്തെ പാട്ടുകളിലായിരുന്നു കൂടുതൽ താല്പര്യം. പിന്നെ അന്നും കുഞ്ഞു പാട്ടുകളൊക്കെ സ്വന്തമായിട്ട് എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. വലിയ ഇത് അല്ല എങ്കിൽ പോലും ചെറിയ രീതിയിൽ നമുക്ക് പാട്ടുകൾ